നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം മെനോപോസൽ സിൻഡ്രത്തെ പറ്റിയാണ്. ആർത്തവവിരാമവും അനുബന്ധ പ്രശ്നങ്ങളും ആയുർവേദത്തിലുള്ള പരിഹാരമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആർത്തവവിരാമം സ്ത്രീകൾ സംഭവിക്കുന്നത് 45 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കാണ്. ഇതൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രക്രിയയാണ്. നമുക്കറിയാം, ഓവറിയിൽ നിന്ന് ഓവം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ ഓവത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് ഈസ്ട്രജൻ്റെ പ്രൊജസ്ട്രോണിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു പോകും. ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ച് ചില അനവധി പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അമിതവണ്ണം, അതേപോലെ തന്നെ കാൽമുട്ടുകൾക്കുണ്ടാകുന്ന തേയ്മാനം, അതേപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോവുക, അതേപോലെ തന്നെ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വോയിസ് കുറച്ചുകൂടെ ഡീപ്പറായി തീരുക, അതേപോലെ തന്നെ വജൈനൽ ഡ്രൈനസ്, അതേപോലെ മൂത്രനാളിയിലുണ്ടാകുന്ന ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ പോലെ വിട്ടുവിട്ടുണ്ടാകുന്ന UTI, മൂത്രച്ചൊടിച്ചിലുകൾ, അതേപോലെ തന്നെ ചില സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മൂഡ് ഡിസ്റ്റർബൻസ്, വിഷാദ രോഗം, ഉറക്കക്കുറവ്, അതേപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ശരീരം മൊത്തം വിയർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. പകൽ സമയത്തും ഇതേപോലെ തന്നെ മണിക്കൂറുകളൊക്കെ വിട്ട് ശരീരം വിയർക്കുക. ഇങ്ങനെ വിവിധതരം പ്രശ്നങ്ങളുമായിട്ട് OPDയിലേക്ക് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകൾ വരാറുണ്ട്. ആയുർവേദം ഇത്തരം ലക്ഷണങ്ങളെ നോക്കിക്കാണുമ്പോൾ പ്രത്യേകിച്ച് വാതികവും പൈത്തികവുമായിട്ടുള്ള ലക്ഷണങ്ങളാണ് കൂടുതൽ ഇത്തരം പ്രശ്നങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ച് ശരത്കാലത്ത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പിത്തപ്രകോപം ഉണ്ടാകുന്ന സമയങ്ങളാണ് ആയുർവേദം പറയുന്നത്. ഈ ഒരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ആയുർവേദം ഇത്തരം സമയങ്ങളിൽ വിരേചനം പോലുള്ള ചികിത്സകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിരേചന ചികിത്സയോടൊപ്പം തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ജീവിത ശൈലി ക്രമീകരണം ആയുർവേദം പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഈ ഓവറിൽ നിന്നുള്ള ഈസ്ട്രോജൻ്റെ ഉൽപ്പാദനം നിന്നു പോകുന്നതാണ്. ഇപ്പോൾ ശരീരത്തിൽ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഓവറിൽ നിന്ന് മാത്രമല്ല, അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്നും ഈസ്ട്രോജൻ്റെ ഒരു ഉൽപ്പാദനമുണ്ട്. അപ്പം ഡീപ്പ് ടിഷ്യൂ സ്റ്റിമുലേഷൻ പോലുള്ള ഉത്സാദനം പോലുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ഇത്തരം ചികിത്സാ രീതികൾ കൊണ്ട് ശോധനം പോലുള്ള പ്രത്യേകിച്ച് വിരചനം പോലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ, അതോടൊപ്പം തന്നെ ചിട്ടയായ ആഹാരത്തിലുള്ള ക്രമീകരണം, പ്രത്യേകിച്ച് നാച്ചുറലായിട്ടുള്ള ഈസ്ട്രോജൻ സപ്ലിമെൻറ്റ്സുകളും ഒക്കെ ചേർന്ന് ഒരു ശരീരത്തെ ഒരു പുതിയ ശീലം പഠിപ്പിച്ചെടുക്കുക എന്നാണ് ആയുർവേദവും ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ വർഷത്തിലും ഈ പറഞ്ഞ ശരത് ഋതുവിൽ പ്രത്യേകിച്ച് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു പഞ്ചകർമ്മ ചികിത്സകളും ഇതേപോലെ ആയുർവേദ ചികിത്സകളും ഒക്കെ നിർദ്ദേശിക്കാവുന്നതാണ്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വിളിച്ചത്. നന്ദി, നമസ്കാരം.